കൊണ്ടുവരാൻ എല്ലാ അതിക്രമങ്ങളെയും, വൈദേശിക അതിക്രമങ്ങളെയും, എല്ലാ അധിനിവേശങ്ങളെയും, എല്ലാ പടയോട്ടങ്ങളെയും നേരിട്ട ഒരു ജനതയാണ് ഈ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ ഉള്ളതെന്ന് നിങ്ങൾ മറക്കരുത്. പഴശ്ശി തമ്പുരാന്റെ നാടാണ്. ബ്രിട്ടീഷുകാരെ ഓടിച്ച, ടിപ്പുവിനെ നേരിട്ട വീര കേരളവർമ്മ പഴശ്ശി തമ്പുരാന്റെ പേരിൽ സ്ഥാനമുറപ്പിച്ച മണ്ണാണ് വയനാട് പാർലമെന്റ് മണ്ഡലം. നമ്മൾ അനുവദിക്കരുത് ഒരു വിദേശത്ത് പോയി ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന തുക്കടെ വാർ നടത്തുന്ന ഗ്യാങ്ങിന്റെ നേതാവിനെ നമ്മൾ ഇനി അനുവദിച്ചുകൂടാ എന്നുള്ള സുപ്രധാനമായ ദൗത്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോ ഏറ്റെടുത്തിരിക്കുന്നത്. ഞാന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്ന് വിചാരിച്ച ആളെയല്ല ഈ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും ഈ മുസ്ലിം ലീഗിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഈ പോപ്പുലർ ഫ്രണ്ടിന്റെയും കൂട്ടുകെട്ടിനെ ഒരു പാഠം പഠിപ്പിക്കേണ്ടത് ഈ രാജ്യത്തിന്റെ ആകെ ആവശ്യമാണ്. വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ BJP ജയിക്കേണ്ടത് വയനാട്ടുകാരുടെ മാത്രം ആവശ്യമല്ല, 140 കോടി ഇന്ത്യക്കാരുടെയും ആവശ്യമാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വിചാരിച്ചാൽ അത് നടക്കും. അസാധ്യമായി ഒന്നും ഇവിടെയില്ല. മോദി ഉണ്ടെങ്കിൽ എല്ലാം സാധ്യമാണ്. മോദിയാണ് നമ്മളെ അയച്ചിരിക്കുന്നത്. നമ്മൾ അത് മറക്കരുത്. എല്ലാ വീടുകളിലും മോദിയുടെ സന്ദേശം, മോദിയുടെ ഗ്യാരണ്ടി, മോദിക്ക് മാത്രമേ ഇനി കേരളത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ. സന്ദീപ് എല്ലാ കാര്യങ്ങളും ഇവിടെ വിശദീകരിച്ചു. നമ്മുടെ നാടിന്റെ അവസ്ഥ എല്ലാം കട്ടുമുടിക്കുക. പിണറായി വിജയനും മകളും ഇപ്പം മരുമകനും എല്ലാം ഒരു കുടുംബത്തിന് വേണ്ടി. ഇങ്ങനൊരു കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിരുന്നോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞത് എന്താണ്? ഞങ്ങൾ അങ്ങനത്തെ ആളൊന്നുമില്ലെന്നാണ്. എല്ലാം അമ്മായിയപ്പനും മരുമോനും മോളും. ഇപ്പൊ കേസ് വരുമ്പം പറയാണ്, എന്താ പറയുന്നത്? എല്ലാം രാഷ്ട്രീയ പ്രേരിതം. കട്ട പിടിക്കൂലേ? കൊള്ളയടിച്ചാൽ അന്വേഷണങ്ങൾ വരില്ലേ? ഇവരെല്ലാം ഒന്നാണ്. UDF-ഉം LDF-ഉം കരുതിയിരിക്കണം നമ്മൾ. ഞാൻ അധികം പ്രസംഗിക്കുന്നില്ല. സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളെ, വീട്ടുകാരെ, ഈ മണ്ഡലത്തിലുള്ള സാധാരണ പ്രവർത്തകരെ. ഇവിടെ പറഞ്ഞല്ലോ നേരത്തെ, കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ നമുക്ക് നമ്മുടെ പൂർണ്ണമായ ശക്തി നമുക്ക് പ്രയോഗിക്കാൻ കഴിഞ്ഞില്ല. ശരിയാണോ? നമ്മുടെ സമ്പൂർണമായ ശക്തി നമുക്ക് പ്രയോഗിക്കാൻ കഴിഞ്ഞില്ല. ഇത്തവണ സമ്പൂർണമായ ശക്തി നമ്മൾ പ്രയോഗിച്ചാൽ മറ്റുള്ളവരുടെ വോട്ട് നമുക്ക് തനിയെ വന്നുകൊള്ളൂ. ഞാന് ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി എന്റെ പേര് TV-യിൽ വന്ന ഉടനെ എനിക്ക് വന്ന കോളുകളെല്ലാം, ഞാൻ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, ക്രൈസ്തവ സഹോദരന്മാരുടെ 100 കണക്കിന് കോളുകളാണ്. ഇത്ര കാലം നമ്മൾ വിചാരിച്ചില്ല. 100 കണക്കിന് കോളുകൾ വന്നു. ഞങ്ങൾ റെഡിയാണ് പിന്തുണയ്ക്കാൻ. ഈ വർഗീയതക്കെതിരെ, ഈ ലീഗിന്റെ അപ്രമാദിത്വത്തിനെതിരെ, ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ, ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ അതിക്രമത്തിനെതിരെ നിങ്ങളെ കൂടെ നിൽക്കാൻ ഞങ്ങളുണ്ട്. കാരണം നമ്മൾ സത്യം പറയുന്നു, ഭീകരവാദത്തിനെതിരെ പോരാടുന്നു. മോദി ഇല്ലായിരുന്നെങ്കിൽ ഭീകരവാദത്തെ ഇവിടെ തളയ്ക്കാൻ കഴിയുമായിരുന്നില്ല. ഇപ്പൊ ഒക്കെ സമാധാനമായിട്ട് നടക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് നിങ്ങൾ വിചാരിച്ചത്? ഇത് കടങ്ങിയത് കൊണ്ടാണ്. മോദിയും അമിത്ഷായും ദില്ലിയിൽ അധികാരത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ് സമാധാനത്തോടെ നമ്മൾ ഇവിടെ നടക്കുന്നത്. അതാണ് സത്യം. അപ്പൊ അവരെ താഴെ ഇറക്കിയാൽ വീണ്ടും പഴയ പരിപാടി ആരംഭിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലാവരുടെ പിന്തുണയും കിട്ടും. മുസ്ലിം സഹോദരന്മാരുടെ പിന്തുണയും നമുക്ക് കിട്ടും. പക്ഷെ നമ്മൾ സ്വന്തം ശക്തി എന്താണെന്ന് തിരിച്ചറിയണം. ആനയുടെ ശക്തി മാത്രം മനസ്സിലാക്കുന്നില്ല. നമുക്ക് അത്ര വലിയ ശക്തി ഈ പാർലമെന്റ് മണ്ഡലത്തിലുണ്ട്. ഓരോ വീട് നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം. ഓരോ വീട്ടുകാരും, അടുത്ത വീട്ടിലും അതിനടുത്ത വീട്ടിലും ഓരോ വ്യക്തിയും 10 പേരിലേക്ക് ഈ സന്ദേശം എത്തിച്ചു കഴിഞ്ഞാൽ ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് അടുത്ത ഒരു മാസം ഒരു വ്രതം പോലെ നമ്മൾ നമ്മുടെ ചുറ്റുപാട്ട് മുഴുവൻ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത്ഭുതങ്ങൾ സംഭവിക്കും. കഴിഞ്ഞ പ്രാവശ്യം അമേഠിയിൽ സ്മൃതി ഇറാനിക്ക് ചെയ്യാൻ കഴിഞ്ഞത് ഈ പ്രാവശ്യം വയനാട്ടിൽ BJP-ക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല. നിങ്ങളുണ്ട് കൂടെ എന്നുള്ള ഉറപ്പ് തീർച്ചയായിട്ടും. മോദിയാണ് നമ്മുടെ സ്ഥാനാർത്ഥി. അതൊരു നിസ്സാരക്കാരനായിട്ടുള്ള K. സുരേന്ദ്രനല്ല. നമ്മൾ മത്സരിപ്പിക്കുന്ന ആരുമല്ല. സുരേന്ദ്രനോ രമേശനോ ശോഭയോ അല്ലെങ്കിൽ
പിന്നെ സുരേഷ് ഗോപിയോ രാജീവ് ചന്ദ്രശേഖരോ ഒന്നുമല്ല. ആരാണ് സ്ഥാനാർത്ഥി?